2 വർഷത്തെ ഇടവേളകളിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിന് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറാണ് ഇത്തവണ വേദിയായത്. പ്രവാസി ഭാരതീയ ദിവസിന്റെ 18ാം പതിപ്പിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോൾ വികസിത ഭാരതത്തിന് പ്രവാസികൾ നൽകുന്ന സംഭാവന എന്ന വിഷയത്തിലാണ് ചർച്ച. 70 രാജ്യങ്ങളിൽ നിന്നായി 3000-ലേറെ പ്രതിനിധികളാണ് ഭുവനേശ്വറിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ലോകത്തെ മറ്റേത് രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതിനേക്കാളും ശക്തമാണ് ഇന്ത്യയുടെ പ്രവാസി സമൂഹം. വികസിത ഭാരതത്തിന് പരിപൂർണതയ്ക്ക് പ്രവാസികളുടെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് വിദേശ ഇന്ത്യക്കാരോടും ഇന്ത്യൻ വംശജരോടും അകമഴിഞ്ഞ പിന്തുണ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ മുതൽ രാഷ്ട്രീയത്തിൽ വരെ സ്വാധീനം ചെലുത്താൻ പ്രവാസി സമൂഹത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രബലരാണ് അവരവർ താമസിക്കുന്ന രാജ്യങ്ങളിലും. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യയുടേതാണ്, ഏകദേശം 18 ദശലക്ഷം പേർ. എന്നാൽ അതിന്റെ ഇരട്ടിയോളം വരുമെന്നാണ് രാജ്യം പുറത്തുവിടുന്ന കണക്ക്. 3.5 കോടിയോളം പ്രവാസികൾ പല രാജ്യങ്ങളിലായി ഉണ്ടെന്നാണ് വിശദീകരണം. അറബ് രാജ്യങ്ങളും അമേരിക്കയും കാനഡയും യൂറോപ്പുമാണ് കൂടുതൽ ഇന്ത്യക്കാരെ ഉൾക്കൊള്ളുന്നത്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറിയവരും അവരുടെ പിൻഗാമികളും പ്രവാസികളാണെന്നാണ് ഇന്ത്യ 2004-ൽ നിർവചിച്ചത്. ദ ഇക്കണോമിസ്റ്റിന്റെ കണക്കനുസരിച്ച് US-ൽ മാത്രം 27 ലക്ഷം ഇന്ത്യൻ വംശജരുണ്ടെന്നാണ്. ബ്രിട്ടനിൽ 8.5 ലക്ഷത്തോളം, കാനഡയിൽ 7 ലക്ഷത്തിലേറെ, ഓസ്ട്രേലിയയിൽ 5,79,000 പേരും, പശ്ചിമേഷ്യയിലും UAE-യിലും സൗദിയിലുമായി 25 ലക്ഷം പ്രവാസികൾ ഉണ്ടെന്നാണ് കണക്ക്. ലോകത്ത് എവിടെ ജനവാസമുണ്ടോ അവിടെ ഒരു ഇന്ത്യക്കാരനുമുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യൻ വൻകരയിലുമായി അങ്ങനെ പരന്നു കിടക്കുന്നു. ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകുന്ന സാമ്പത്തിക അടിത്തറ നിർണായകമാണ്. പ്രവാസി സമൂഹത്തിന്റെ ഏറിയ അംഗബലം അവരെ സ്വാധീന ശക്തിയാക്കുന്നു. അവർ താമസിക്കുന്ന രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മാത്രമല്ല, ഇന്ത്യയുടെ കുതിപ്പിലും പ്രവാസികൾ പങ്കുചേരുന്നു. പോറ്റമ്മ വേറെയെങ്കിലും പെറ്റമ്മയെ മറക്കാതെയാണ് പ്രവാസികളുടെ ജീവിതം. ഇന്ത്യയിൽ നിന്ന് അറ്റുപോയിട്ടും മാതൃരാജ്യത്തിൽ പണം നിക്ഷേപിക്കുന്ന പ്രവാസികൾ അനവധിയാണ്. എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തിൽ $107 ബില്യൺ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. $100 ബില്യൺ പ്രവാസികൾ അയക്കുന്നത് ഇത് തുടർച്ചയായ 2ാം തവണയാണ്. ലോകത്തെ വിവിധ പ്രവാസികളിൽ നിന്ന് ഏറ്റവും അധികം പണം സ്വീകരിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെ. 20 വർഷത്തിലേറെയായി ആ സ്ഥാനം തുടരുകയും ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിൽ മാത്രം $7.82 ബില്യൺ NRI നിക്ഷേപ പദ്ധതിയിലൂടെ ലഭിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരിശീലനം, ജനാധിപത്യ സംവിധാനത്തിലെ പരിചിതത്വം എന്നിവയാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ വിജയത്തിന് പിന്നിലെന്ന് വിലയിരുത്തുന്നു ന്യൂയോർക്ക് ടൈംസ്. US-ലെ ഏറ്റവും സമ്പന്നരായ വംശീയ ന്യൂനപക്ഷമാണ് ഇന്ത്യൻ സമൂഹം. അമേരിക്കയിലെ ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ വരുമാനം $1.5 ലക്ഷം ആണെന്നാണ് കണക്ക്. പല പാശ്ചാത്യ രാജ്യങ്ങളിലെയും ദേശീയ ശരാശരിയേക്കാൾ അധികമാണ് അതെന്ന് കൂട്ടിച്ചേർക്കുന്നു ദ ഇക്കണോമിസ്റ്റ്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, യൂട്യൂബ്, അഡോബ് തുടങ്ങി 25 മുൻനിര അമേരിക്കൻ കമ്പനികളെ നയിക്കുന്നതും ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. സാമ്പത്തിക വാണിജ്യ രംഗങ്ങളിൽ മാത്രമല്ല, ആഗോള നയ രൂപീകരണത്തിലും പ്രവാസി ഇന്ത്യക്കാർ മുന്നിലുണ്ടാകും. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള അജയ് ബംഗ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ് എന്നിവരൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. US, UK, കാനഡ പോലുള്ള വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രീയ രംഗത്തും ഇന്ത്യൻ സമൂഹം നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു. US തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാരുടെ സ്വാധീനം പ്രകടമാണ്. രാധാകൃഷ്ണമൂർത്തി, ശ്രീ തനേദാർ, റോ ഖന്ന ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ വംശജരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. UK-യിലും കാനഡയിലും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ സജീവമാണ് ഇന്ത്യൻ സമൂഹം. അങ്ങനെ ലോകത്താകമാനം പടർന്നു പന്തലിച്ച ഇന്ത്യൻ സമൂഹം സ്വന്തം മണ്ണിലെത്തി നടത്തുന്ന ഐക്യപ്പെടലിന്റെ ദിനങ്ങളാണ് ഓരോ പ്രവാസി ഭാരതീയ ദിവസ് കൂട്ടായ്മയും. ലോകത്തിനൊപ്പം ഇന്ത്യയും വളരട്ടെ, പ്രവാസി കരുത്തെ.